കുട്ടികൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ഒരു ഘട്ടത്തിലും കുട്ടികൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. ലാ തദ്ഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. കാരണം യാത്രക്കാരന്റെയും ആക്രമിക്കപ്പെട്ടവന്റെയും മാതാപിതാക്കളുടെയും ദുആ വേഗത്തിൽ സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട്. സോ നമ്മൾ എത്ര നല്ലവരാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ മക്കൾക്കെതിരെ ദ്വാരക്കരുത്. ഈ ദുആ എന്ന് പറഞ്ഞാല് മെഹ്റാബിൽ ഇരിക്കണം, കുറെ സ്വലാത്ത് എല്ലണം, ലൈറ്റ് ഓഫ് ആക്കണം എന്നൊന്നും കണ്ടീഷൻ ഇല്ല കേട്ടോ. ദുആഇന് വാക്കുകൾ ചുണ്ടിൽ നിന്ന് വരൽ തന്നെ ഷർത്തില്ല. അർശദുൽ ബുജൈരി മനസ്സിൽ ഇങ്ങനെ ശാപത്തിന്റെ വർത്തമാനങ്ങൾ ചിന്തിച്ചാ മതി, അതെന്നെ ഒരു ദുആയി മാറും. നീ ഒന്നും നന്നാവില്ലടോ, നീ ശരിയാവില്ല, നീ ഓനെയാണ് കെട്ടണമെങ്കിൽ എനിക്ക് നീ ഇങ്ങനെ ഒരു മോളില്ല, ഞാൻ അങ്ങനെ പ്രസവിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനത്തെ ഈ ശാപവാക്കും കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടിക്ക് എപ്പോഴെങ്കിലും നന്നാവണമെന്ന് തോന്നിയാൽ ഇനി എന്താ സാധ്യത ഉള്ളത്? ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് ചെയ്ത കുട്ടിക്ക് പിന്നെ എന്തെങ്കിലും തൗബന്റെ മനസ്സ് വന്നു, ആ കുട്ടിക്ക് എവിടെയാണ് തിരിച്ചു വരാൻ വക? നിങ്ങൾ പ്രസവിച്ചിട്ടില്ല എന്നല്ലേ പറയണത്? അങ്ങനെ ഒരു മോൾ എന്റെ കുടുംബത്തിൽ ഇല്ല നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഈ ശാപ പ്രാർത്ഥന നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. വിവരമില്ലാത്ത മാതാപിതാക്കളാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്ന് ഹുസ്നു തനബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ശരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതുപോലെയല്ല അവൻ മുടി വളർത്തുന്നത്, നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ആ കുട്ടി നന്നാകും എന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവും. രണ്ട്, അതിനുവേണ്ടി എന്നും ദുആ ചെയ്യണം.